ഒരുപാട് നാളുകളുടെ ശേഷം രണ്ടുപേരും തമ്മിൽ കാണുമ്പോഴുള്ള ഈ ഒരു സ്നേഹപ്രകടനമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. മൊബി ഇറ്റ്സ് മൈ ചാനൽ പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ പോകുന്നത് ഉമ്മാൻ്റെ നാട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഉമ്മാടെ വീട്ടിലേക്ക് പോവാന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ ഞങ്ങളിന്ന് പോകുന്നത്. മേമ്മയുടെ വീട്ടിൽ പോയി അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ഇങ്ങോട്ടായിരുന്നു കേട്ടോ. ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ചേച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്തേക്കാട്ടോ ഞങ്ങൾ ഈ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോഴുള്ള ആ ഒരു ഫീലിങ്സും ഇമോഷനും സന്തോഷവും എല്ലാം കൂടിയാട്ടോ അപ്പോൾ ഞങ്ങളിവിടെ കണ്ടത്. അത്രയും പ്രിയപ്പെട്ട ഒരാളുടെ വീട്ടിലേക്കാണ് ഞങ്ങളിപ്പോൾ വന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഷിതുമോനൊക്കെ ചിലപ്പോൾ ഈ വീട് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടാവും ചെറുപ്പത്തിൽ. പക്ഷേ എൻ്റെ ഷെയാനൊക്കെ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. അത്രയും വർഷങ്ങളായി ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് അത്രയും ഇഷ്ടം അങ്ങോട്ട് വരുന്നത്. ഇന്നും ഞങ്ങളുടെ സ്വപ്നങ്ങളിലും ഓരോ പ്രേതകഥകളും അതുപോലെ നാട്ടുമ്പുറത്തെ വീടൊക്കെ ഓരോ സിനിമ കാണുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ്സായിട്ട് തോന്നിയിട്ടുള്ള ഒരു വീടായിരുന്നു കേട്ടോ ഉമ്മാൻ്റെ വീടും ഈ ഒരു ചേച്ചിയുടെ വീടും. പക്ഷേ ഉമ്മാടെ വീടൊക്കെ എല്ലാം പൊളിച്ച് മാറ്റി ഇപ്പാണ് വീടൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാം, ധൈര്യമായിട്ട് വരാമെന്നൊരു ഉറപ്പുള്ളൊരു വീടാണ് ഈ ഒരു ചേച്ചിയുടെ വീട്. അത്രയും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീടാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു കേട്ടോ. കുറച്ച് നേരം ചേച്ചിയുടെ കൂടെ ഇരിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര ഹാപ്പി ആയൊരു ദിവസമായിരുന്നു. എന്തായാലും ഇതിൻ്റെ ബാക്കി വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. തീർച്ചയായും നിങ്ങൾ കാണണം, നിങ്ങളുടെ അഭിപ്രായം പറയണം. ഈ വീട് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.